ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫാന്റാസ്റ്റിക് സൂപ്പർബായിട്ടുള്ളൊരു മൾട്ടിപ്ലക്സ് സിനിമ ഹാളിൻ്റെ വിശേഷവുമായിട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യം ഇതിൻ്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടിലെ ഹൈലൈറ്റ് മാളിനകത്തുള്ള പാലക്സി സിനിമ ഹാളിലാട്ടോ. ദുരന്തർ എന്ന് പറയുന്ന മൂവി കാണാൻ വന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണുന്നുണ്ടോ? മൾട്ടിപ്ലക്സിനെ കുറിച്ചിട്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തേതും ലാർജസ്റ്റും ആയിട്ടുള്ള സ്ക്രീനുള്ള ബിഗ് സ്ക്രീനുള്ള വലിയൊരു തിയേറ്റർ ആട്ടോ നിലവിൽ കോഴിക്കോട്ടിലെ ഹൈലൈറ്റ് മാളിലുള്ള ഈ ഒരു സിനിമ ഹാള്. ഇൻറ്റീരിയർ ഡിസൈനും സൗണ്ട് ക്വാളിറ്റിയും ഒന്നും പറയാനില്ല, സൂപ്പർബാണ്. സിനിമാ പ്രേമികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റവും ഇൻറ്റീരിയറും അതേപോലെ കാഫ്റ്റീരിയയും എല്ലാം തന്നെ അടിപൊളിയാട്ടോ. ഇവിടേക്ക് എൻട്രി ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഡിസംബറൊക്കെ ആയതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് മാള് ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ് മൊത്തത്തിൽ ഈ ഒരു മാളിലുണ്ട്. ഇത് ഇവിടുത്തെ സിഗ്നേച്ചർ സ്ക്രീനാട്ടോ. 2 സ്ക്രീനുണ്ട് സിഗ്നേച്ചർ സ്ക്രീന്. അതുകൂടാതെ 6 നോർമൽ സ്ക്രീനുണ്ട്. അതിൽ തന്നെ അറ്റ്മോസും ഉണ്ട്, എപ്പിക് സ്ക്രീനും ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 8 സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. മറ്റുള്ള തിയേറ്റർ കമ്പയർ ചെയ്താൽ വളരെ ചീപ്പാട്ടോ. ഇവിടെ ടിക്കറ്റ് ചാർജ് എല്ലാം വളരെ ചീപ്പാണ്. അതോടൊപ്പം തന്നെ ഒരു ഹൈ ക്വാളിറ്റി എക്സലൻറ്റ് സൗണ്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ഷോക്കാവും കേട്ടോ ഇതിനുള്ളിലേക്ക് കയറി ചെന്ന. കോഴിക്കോട് തന്നെ ആണോയെന്ന് ഒരു നിമിഷം ഒരു ഡൗട്ടൊക്കെ നമുക്ക് വരും. ഓക്കെ, അത്രയും ആംബിയൻസ് ആയിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്, ഒരു ഹൈഫൈ ആംബിയൻസ് ആണ് ഇതിനകത്ത് പാലക്സി ഹൈലൈറ്റ് ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടിക്കറ്റ് നമുക്ക് ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. ബുക്ക് മൈ ഷോ ആണ് ഇവരുടെ പാർട്ട്ണറായിട്ട് വരുന്നത്. അതല്ലാതെ നമുക്ക് പാലക്സിയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഞാൻ മോർണിംഗ് ഷോയ്ക്കാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈലൈറ്റ് മാളിൽ തിരക്ക് ഈ ഒരു സമയത്ത് വളരെ കുറവാട്ടോ. വരുന്നേ ഉള്ളൂ, ആളുകളൊക്കെ എത്തിച്ചേരുന്നേ ഉള്ളൂ ഇവിടേക്ക്. ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് കയറി കേട്ടോ. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തില്ല, ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഇത് ഈ സ്ക്രീൻ നമ്പർ 8 ഡോൾബി അറ്റ്മോസ് ആട്ടോ. എപ്പിക് സ്ക്രീനുള്ളത് സ്ക്രീൻ നമ്പർ 4 ആണ്. ബാക്കിയുള്ള സ്ക്രീനുകളും വലിയ കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ എങ്കിലും നിങ്ങളിവിടെ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ സിഗ്നേച്ചർ സ്ക്രീൻ 1 and 2 കാണാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ സ്ക്രീൻ 8 സ്ക്രീൻ 4 കേട്ടോ. ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു വിഷ്വൽ എക്സലൻസിയും അതേപോലെ സൗണ്ട് ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന സ്ക്രീൻ എന്ന് പറയുന്നത്. കാഫ്റ്റീരിയ ഒരല്പം റേറ്റ് കൂടുതലാണെങ്കിൽ പോലും ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സാധനങ്ങൾ മാന്യമായിട്ടുള്ള വിലയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഹൈലൈറ്റ് ഒന്നും പറയാനില്ല. സ്ക്രീൻ നമ്പർ 4 ആണ്, എപ്പിക് സ്ക്രീനാണ്. അതിലാണ് നമ്മൾ ദുരന്തർ എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോവാം, തിയേറ്ററിനകത്തേക്ക് പോവാം. ഓക്കെ, ഏറ്റവും കംഫർട്ടായിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കംഫർട്ടായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ. എങ്കിൽ നമുക്ക് എപ്പിക് സ്ക്രീനിലേക്ക് കയറിയല്ലേ. ഓക്കെ, ഇതാണ് ആദ്യം ഓപ്പൺ ആകുമ്പോൾ തന്നെ കാണുന്നൊരു വിഷ്വൽ കേട്ടോ.
സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ഏറ്റവും കംഫർട്ടായ രീതിയിലാണ്. തൊട്ടടുത്ത് ഉള്ള സീറ്റുകൾ തമ്മിൽ അല്പം ഒരു അകലമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനും ഉള്ള ഒരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഉള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ് ഈ പാലക്സിൻ്റെ ബിഗ് സ്ക്രീനിനകത്തുള്ളത്. ഏറ്റവും അവസാനം ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, അതൊരു ഓഫറാട്ടോ. പാലക്സി സിനിമ ഹാളിൻ്റെ ഡിസ്കൗണ്ടാണ്. എല്ലാ ചൊവ്വാഴ്ചയും മോർണിംഗ് ഷോ ഇവർ 99 രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സാധാരണ ജനങ്ങൾക്കും സിനിമ കാണാനുള്ള ഹൈ ക്വാളിറ്റി സൗണ്ടിലും അതേപോലെ വലിയൊരു സ്ക്രീനിലും കാണാനുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സീറ്റിന് പുറകിൽ തന്നെ ഓർഡർ ചെയ്യാനുള്ള. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതേപോലുള്ള വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഷെയറിലൂടെയും ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ.